മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തുൽ ഫത്ഹ്. വിശുദ്ധ ഖുർആനിലെ 48ാമത്തെ സൂറത്ത്, 29 ആയത്തുകളുള്ള ഈ സൂറത്ത് വലിയ അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാണ്. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന നിരവധി ആളുകൾ സൂറത്തുൽ ഫത്ഹിന്റെ ഈ അമല് ചെയ്തിട്ട് അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച അനുഭവം ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി പെട്ടെന്ന് കണ്ടത് മാത്രം ഇവിടെ അറിയിക്കാം. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കൂ. സൂറത്തുൽ ഫത്ഹ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ നേട്ടങ്ങളാണ്. സൂറത്തുൽ ഫത്ഹ് അത്ഭുതങ്ങളുടെ കലവറയാണ്. നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചെടുക്കാൻ പറ്റുന്ന അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഉസ്താദ്, ഈ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തുപോലെ ഓതിയിട്ടാണ് എന്റെ 2 ആഗ്രഹം നടന്നിട്ടുള്ളത്. ഒന്ന് വീടുണ്ടാകാനുള്ള നിയ്യത്തോടു കൂടെയാണ്, രണ്ടാമത്തെ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഉംറ ചെയ്തിട്ടാണ് പിന്നീട് തിരിച്ചു വന്നത് എന്നവർ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും ഇത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അതിന്റെ റിസൾട്ട് അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയം, സക്സസ് എന്നാണ്. വിജയത്തിന്റെ സൂറത്താണ് ഈ സൂറത്ത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ ഏതേത് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യാം. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഏത് ദിവസത്തിലാണ് തുടങ്ങേണ്ടത്? ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്? ഈ വിശുദ്ധ റമളാനിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ അമലും ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആ കാര്യം നടന്നു കിട്ടാൻ ഈ അമൽ തീർച്ചയായും കാരണമാകും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. റമദാൻ മാസത്തിൽ ഉണ്ടായിരിക്കില്ല. ചൊവ്വാഴ്ചയിൽ നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എന്ന് ഓർമ്മപ്പെടുത്തണം. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ടത് ഈ നമ്പറിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് അഡ്മിഷൻ എന്നാണ് അറിയിക്കേണ്ടത്. ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ്. നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കാവുന്നതാണ്. നമ്മുടെ മക്കള് പുതിയ തലമുറ ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. മദ്യത്തിനും ലഹരിക്കും MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നല്ല ചിട്ടയിൽ നമ്മുടെ മക്കളെ വളർത്താൻ ഒരു ഗുരുവര്യരുടെ ഒരു ആത്മീയമായിട്ട് തർബിയത്ത് ചെയ്യാൻ, നേതൃത്വം നൽകാൻ ഒരാൾ അനിവാര്യമാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ വളർന്നു വരുന്ന നമ്മുടെ ദർസിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ചേർക്കാൻ, നാളെ ദീനിന് ഉപകരിക്കുന്ന മക്കളായി തിരിച്ചു ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിശ്വാസത്തോടുകൂടെ ഏൽപ്പിക്കാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം മക്കളാണ് നാളെ നമുക്ക് ഉപകരിക്കുന്ന മക്കളായിട്ടുണ്ടാകുക. അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവര് ഈ വിശുദ്ധ റമളാനിൽ ഇത് ചെയ്താൽ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിയുന്ന ഒരു 50 പേർക്കോ, ഒരു 50 പേർക്കോ, 20 പേർക്കോ, 10 പേർക്കൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ഏറ്റെടുത്താൽ അൽഹംദുലില്ലാ അത് വലിയ ഉപകാരമാകും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്ന സൂറത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാണ് ആ സൂറത്ത്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഞാൻ ഈ അമൽ പറയുന്നതിന്റെ മുമ്പ് ഈ സൂറത്തുൽ ഫത്ഹിന്റെ ചില കാര്യങ്ങൾ പറയുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് മാത്രം പറഞ്ഞ ചില വിഷയങ്ങളും പറയുന്നത്, നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം എന്നുള്ളത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ ആത്മാർത്ഥതയുണ്ടാകാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആ അമൽ മാത്രം കേൾക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇത് മുഴുവനും നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ട് സാവധാനത്തിൽ നല്ല മനസ്സോടുകൂടെ, ഹൃദയശുദ്ധിയോടുകൂടെ, മനസാന്നിധ്യത്തോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. ഈ ലോകത്തെക്കാളും അതിലുള്ള സകലത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് ആ സൂറത്ത്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് സൂര്യൻ ഉദിക്കുന്നതും
ഏതെല്ലാം വസ്തുക്കളിൽ മേലാണോ അവയേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് സൂറത്തുൽ ഫത്ഹ് അഥവാ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് തുടങ്ങുന്ന ആ പരിശുദ്ധമായ സൂറത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്താണെന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, അഹ്മദും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, ബദർ യുദ്ധത്തിലോ ഹുദൈബിയയിലോ പങ്കെടുത്തവരാരും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉദ്ധരിക്കുന്നു, വല്ലവനും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ അവർ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മക്കം ഫത്ഹ് യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയാണ്. എന്തൊരു നേട്ടമാണെന്ന് നോക്കൂ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തവർക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, വല്ലവനും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ അവർ ഹബീബായ തങ്ങളുടെ കൂടെ ഹുദൈബിയയിൽ വെച്ച് ബൈഅത്ത് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം അവന് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വങ്ങളാണ് പ്രിയമുള്ളവരെ. ഏതെങ്കിലും ഒരാൾ റമളാൻ മാസത്തിലെ ആദ്യ രാത്രിയിൽ നിസ്കാരത്തിലെ സുന്നത്ത് നിസ്കാരത്തിലെ സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ആ കൊല്ലം മുഴുവനും അയാൾക്ക് അല്ലാഹു സുരക്ഷിതത്വം നൽകും, അല്ലാഹുവിൽ നിന്നുള്ള സഹായം അവർക്കുണ്ടാകുമെന്ന് തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാൻ സാധിക്കുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റമളാനിലെ ആദ്യ രാത്രിയിൽ 2 റക്അത്ത് നിസ്കരിക്കണം. ഓരോ റക്അത്തിലും ഫാത്തിഹയും ഇന്നാ ഫതഹ്നാ എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട്, സൂറത്തുൽ ഫത്ഹാണ് അത്, സലാം വീട്ടി കഴിഞ്ഞാൽ ഇന്നാ അൻസൽനാഹു എന്നുള്ള 10 വട്ടം 10 പ്രാവശ്യം ഓതി ഹബീബായ തങ്ങളുടെ മേലിൽ 10 സ്വലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റമളാൻ മാസപ്പിറവി ദൃശ്യമായി ആദ്യ രാത്രിയിൽ തന്നെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ആ കൊല്ലം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിശാലത നൽകും എന്നുള്ളതും കാണാവുന്നതാണ്. ഈ സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും ഒരാൾ പാരായണം ചെയ്യലിനെ പതിവാക്കിയാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം ഓതുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ട്. പലരും അത് പ്രത്യേകം പറയാറുണ്ട്. ഒരു ദിവസവും സൂറത്തുൽ ഫത്ഹ് ഓതാതെ കിടന്നുറങ്ങാത്ത ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ അതിന്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫത്ഹ് അത് പതിവാക്കുന്നയാൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്ന ദർശനം സാധ്യമാകും എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് അതൊക്കെ ചൊല്ലാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫത്ഹ് അത് നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു അമലുണ്ട്. ആ അമലിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? നമ്മളിപ്പോ പറഞ്ഞല്ലോ, 1000ങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമലുണ്ട് സൂറത്തുൽ ഫത്ഹ് കൊണ്ട്. ആ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. മുമ്പ് നമ്മൾ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമല് 12000 ബിസ്മിയുടെ അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു. 1000ങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചു. 10000 അതിന്റെ അമലുകൾ ചെയ്തു. അങ്ങനെ പല ആളുകൾക്കും 12000 എന്ന എണ്ണം പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് 4000 തവണ എത്തുമ്പോഴേക്ക് റിസൾട്ട് ലഭിച്ചവര്, പൂർത്തീകരിച്ച ഉടൻ റിസൾട്ട് ലഭിച്ചവര്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച വളരെ പ്രസിദ്ധമായ ഒരു അമലാണ് 12000 ബിസ്മിയുടെ അമല്. പലരും അത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ചെയ്തവർക്കൊക്കെ അതിന്റെ റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മി അത്രയും മഹത്വം ഉണ്ടായതുകൊണ്ടാണ്. അതുപോലെ തന്നെ തഹജ്ജുദിന്റെ സമയത്ത് പ്രത്യേകമായിട്ട് നമ്മുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അമല് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തഹജ്ജുദിന്റെ സമയത്ത് ചെയ്യേണ്ട അമല്, അതൊക്കെ നിങ്ങൾക്ക് ചാനലിൽ പോയി കാണാൻ സാധിക്കുന്നതാണ്. ഇതിന് താഴെ കമന്റിൽ ഒരുപാട് ആളുകൾ എഴുതി അറിയിക്കും, ഉസ്താദേ ഞാൻ 12000 ബിസ്മിയുടെ അമല് ചെയ്തു, സൂറത്തുൽ ഫത്ഹിന്റെ അമല് ചെയ്തു, ഫത്ഹിന്റെ അമല് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് ലഭിച്ചു എന്ന് പറയുന്ന നിരവധി ആളുകൾ ഉണ്ടാവും. കാരണം നമ്മളിത് വീഡിയോയിൽ പറയുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പ് നമുക്കൊക്കെ ഫോൺ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട അമലുകളാണ് 12000 ബിസ്മിയുടെ അമല്, സൂറത്തുൽ ഫത്ഹിന്റെ അമല്. ഇതൊക്കെ ഈ റമളാനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെങ്കിൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന സൂറത്തുൽ ഫത്ഹ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ച സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്.
അത് വിജയത്തിന്റെ സൂറത്താണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതു പ്രതിസന്ധികൾക്കും ഇത് ഓതാം. ഇപ്പൊ ജോലി ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. നിങ്ങൾ ഇതിന്റെ കമന്റിലൊന്ന് നോക്കൂ, എത്ര ആളുകൾക്ക് ഇതിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ടെന്നറിയോ? ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ, സ്വദേശത്തും വിദേശത്തൊക്കെ പ്രവാസികളിലൊക്കെ എത്ര ആളുകളെന്നറിയോ? അവരിഷ്ടപ്പെടുന്ന ജോലിയല്ല, തൽക്കാലത്തിനൊരു ജോലി കിട്ടുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള്. അതേപോലെ തന്നെ വളരെയധികം പ്രയാസത്തിൽ നിൽക്കുന്ന ആളുകൾ, കടങ്ങളെ കൊണ്ട് ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ, പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തി മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിലായ എത്രയോ ആളുകളുണ്ട്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, മക്കളില്ലാതെ ബുദ്ധിമുട്ടിലായ ആളുകൾ, എല്ലാവർക്കും ഈ അമല് ചെയ്യാവുന്നതാണ്. അവരുടെ ജോലിയുള്ള പ്രയാസം നീങ്ങി നല്ല ജോലി ലഭിക്കാൻ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ ലഭിക്കാൻ, കടങ്ങൾ വീടാൻ എന്തു നീയത്തും മനസ്സിൽ കരുതി ചെയ്യാവുന്നതാണ്. തീർച്ചയായും അത് പൂർത്തീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ വിശുദ്ധ റമളാനിലാണ് ചൊല്ലുന്നത്, ചെയ്യുന്നത്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 10-20 വർഷങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ. അവര് ഈ ഭൂമിയിൽ ചെയ്യാത്ത ചികിത്സകളില്ല. അവര് ആധുനിക മെഡിക്കൽ സയൻസ് പറയുന്ന പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള എല്ലാ ചികിത്സകളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ കഴിയുന്ന ആളുകള് റബ്ബ് ഒരു തീരുമാനിച്ചാൽ അതിന് മറികടക്കുന്ന ഒരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ്. അല്ലേ? ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവരാണ് റബ്ബ്. അപ്പൊ ആ റബ്ബ് നമ്മിലേക്ക് തിരിയാൻ കാരണമാകുന്ന ഒരു സൂറത്താണ് പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫത്ഹ്. നമ്മളിതിങ്ങനെ, നിങ്ങൾ ഈ വീഡിയോ കണ്ട് ആത്മാർത്ഥമായിട്ട് ഇതിങ്ങനെ ചൊല്ലുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇതിങ്ങനെ ഒരു വീഡിയോ കണ്ട് ഈ പറയുന്ന രൂപത്തിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അത് അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും മക്കളുണ്ടാകും. IVF ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള എത്രയോ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടവർ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക. മക്കളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അതിൽ നിന്ന് അവൻ പിന്മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാതെ ചതിപ്രയോഗങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ മാതാപിതാക്കൾ വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്ക് മക്കളുടെ ലഹരി ഉപയോഗം, അവരുടെ ഈ ദുസ്വഭാവം മാറിക്കെട്ടാൻ വേണ്ടിയിട്ട് ഈ അമല് ചെയ്യാവുന്നതാണ്. എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മക്കൾ. SSLC +2 തുടങ്ങിയ പബ്ലിക് എക്സാമുകള്, PSC പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകള്, നീറ്റ് എക്സാം, കീം എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ എക്സാമുകൾ, എൻട്രൻസ് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾക്കും അവരുടെ പാരന്റ്സിനും രക്ഷിതാക്കൾക്കൊക്കെ അതിൽ നല്ല വിജയം ലഭിക്കാൻ വളരെയധികം എഫക്റ്റീവാണ് ഈ സൂറത്ത്. കാരണം സൂറത്തുൽ ഫത്ഹാണിത്. ഇത് വിജയത്തിന്റെ സൂറത്താണ്. ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് ലഭിക്കും. പ്രവാസികളൊക്കെ പലപ്പോഴും നമ്മളോട് ഫോൺ വിളിക്കും, ഉസ്താദേ ഇന്ന് എനിക്ക് കാത്തിരുന്ന് കിട്ടിയ ജോലിയാണ്, ഇന്ന് എൻ്റെ ആദ്യത്തെ ദിവസമാണ് ഉസ്താദ്, ഞാനിന്ന് പോകുമ്പോൾ എന്ത് ദിക്ർ ചൊല്ലിയിട്ടാണ് പോകേണ്ടത്? നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ളത് വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ സൂറത്ത് 29 ആയത്തുകളേ ഉള്ളൂ. അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങളത് ഇറങ്ങുമ്പോൾ ചൊല്ലിയിട്ട് ഇറങ്ങിക്കോ. പറ്റുമെങ്കിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലിക്കോ. പറ്റുമെങ്കിൽ യാ ഫത്താഹു എന്നുള്ള ഇസ്മ അതിനോട് ചേർത്ത് ചൊല്ലിക്കോ. നല്ല ഫലമുണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാസികളൊക്കെ എത്ര ആത്മാർത്ഥതയോടുകൂടെയാണ് അത് ഏറ്റെടുത്ത് ചൊല്ലുന്നതെന്നറിയോ? അള്ളാഹു പ്രവാസ ലോകത്തെ പ്രയാസമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴികളൊക്കെ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കട്ടെ. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ കോടതി വിധിയൊക്കെ നമുക്ക് വരാനുള്ള സങ്കല്പിക്കാം. ഒരുപാട് കേസുകളിൽ ചെറിയ ചെറിയ മക്കളൊക്കെ പെടുന്നു, ചതികളിൽ പെടുന്നു, പല കള്ളക്കേസുകളിലൊക്കെ പെട്ട ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജാമ്യം കിട്ടണം. അതിന്റെ വിധി തീരുമാനമാകുന്ന ദിവസമാണ് ഇന്ന്. അന്നത്തെ ദിവസം രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് ഇറങ്ങാം. നല്ല വിധിയായി കിട്ടും, ജാമ്യം കിട്ടാൻ അതൊരു കാരണമാകും. അതേപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ നോക്കൂ, നിരവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പല അനുഭവങ്ങളും പറയുന്നത് കേൾക്കാൻ സാധിക്കും. കാരണം ഇത് നമ്മൾ ഇന്നോ ഇന്നലെയോ പറയുന്നതല്ല, വർഷങ്ങളായിട്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സൂറത്തുൽ ഫത്ഹിന്റെ അമല് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവിടേക്ക് ചൊല്ലൽ അനിവാര്യമാണ്. പക്ഷെ അതിനെന്തൊക്കെയോ തടസ്സങ്ങൾ വർഷങ്ങളായിട്ട് മുടക്കാണ്. അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവരോട് നമ്മൾ നിർദ്ദേശിച്ചതാണ് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യാൻ വേണ്ടി. അവരത് പൂർത്തീകരിച്ച് തീരുമ്പോഴേക്ക് അതിനുള്ള അവസരം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം മറ്റൊന്ന് പറയുകയും ചെയ്തല്ലോ. ഈ പറഞ്ഞത് വേറൊരു അനുഭവം
അനുഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫത്ഹ് നൽകും, നമുക്ക് വിജയം നൽകും, നല്ല വഴി തുറന്നു തരുന്ന ഉറപ്പുള്ള സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഈ സൂറത്തുൽ ഫത്ഹിലെ ലാസ്റ്റ് ആയത്തുണ്ട്. ആ ലാസ്റ്റ് ആയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ ലാസ്റ്റ് ആയത്ത് അത് വിശുദ്ധ അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും ആ അവസാന സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ആ സൂറത്തുൽ ഫത്ഹ് ഈ ആയത്തിന്റെ ഒരു സവിശേഷതയാണ്, ഈ സൂറത്തിന്റെയും ഒരു സവിശേഷതയാണ്. ഈ സൂറത്തിലെ വമിൻ ഖവാസിൽ ആയത്തിൽ അഖീറ മിൻഹാ അന്നഹാ ജുമിഅത്തുൽ അഹ്റുഫുൽ അറബിയ്യ, അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. അത് മിനൽ ഇജാസാത്തിൽ ലുഗ്വിയ്യ ഫിൽ ഖുർആനിൽ കരീം, അത് ഈ ഒരു ആയത്തിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒക്കെ ഇജാസിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതാണ്. ഏതാണ് ആയത്തെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഇലാ ആഖിരിഹി. ആ ആയത്തിന്റെ പ്രത്യേകത അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് അതിൽ പറയുന്നത്. ഹബീബായ തങ്ങളുടെ നാമം കൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത്. അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മറ്റു അനേകം ഫളലുകളും ആ ആയത്തിനുണ്ട്. ആ ആയത്ത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട്. നമ്മൾ ഇന്ന് അതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഈ സൂറത്തുൽ ഫത്ഹ് കൊണ്ട് വേറെ നേട്ടങ്ങളുണ്ട്. അത് എഴുതി മായ്ച്ച് കുടിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, അത് എഴുതിയിട്ട് വീടിന്റെ മുൻഭാഗത്ത് നമ്മൾ തൂക്കിയിട്ടാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, കള്ളന്മാരുടെ ശർറിനെ തൊട്ടും ശൈത്വാന്റെ പിശാചിന്റെ പ്രയാസങ്ങളെ തൊട്ടൊക്കെ രക്ഷ നേടാനുള്ളത്, സംസം വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ, ഇങ്ങനെ നിരവധി അമലുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നമ്മൾ ഇതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചു എന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തിയ ഒരു അമലുണ്ട്. ആ അമലാണ് പറയുന്നത്. വളരെ കൃത്യമായി കേൾക്കുക. 7 ദിവസം സൂറത്തുൽ ഫത്ഹ് 7 ദിവസം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. 7 ദിവസം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുമ്പോൾ ഒരു ദിവസം 3 തവണയാണ് പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ 7 ദിവസം സൂറത്തുൽ ഫത്ഹ് 3 തവണ വീതം എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ 21 സൂറത്തുൽ ഫത്ഹ് പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെ 21 സൂറത്തുൽ ഫത്ഹ് പൂർത്തീകരിച്ച ഉടനെ യാ ഫത്താഹു യാ അല്ലാഹ്, അപ്പൊ ഓരോ ദിവസവും കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ, അപ്പൊ ഒരു ദിവസം നമ്മൾ സൂറത്തുൽ ഫത്ഹ് 3 തവണയാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു വെള്ളിയാഴ്ച രാവിലെ തുടങ്ങി, അപ്പൊ അന്നത്തെ ദിവസം സൂറത്തുൽ ഫത്ഹ് 3 തവണ പാരായണം ചെയ്തു. എന്നിട്ട് ഉടനെ തന്നെ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അലാ ഹിസാബി അബ്ജദ് ഹവ്വസ്, അബ്ജദ് ഹവ്വസ് എന്ന അറബിക് ന്യൂമർ, അറബിക് നമ്പേഴ്സ്, അറബിക് ലെറ്ററിന് ഓരോ നമ്പർ ഉണ്ട്, ഓരോ വാല്യൂ ഉണ്ട്. അതിന്റെ അതനുസരിച്ച് ചൊല്ലിയാൽ, അഥവാ 489 വഹിയ 489 മറ, അത് 489 ആണ്. അപ്പോ ഒരു ദിവസം 3 തവണ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക, 489 തവണ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറയാ. രണ്ടാമത്തെ ദിവസം സൂറത്തുൽ ഫത്ഹ് 3 തവണ പാരായണം ചെയ്യുക, 489 തവണ യാ ഫത്താഹു എന്ന് പറയാ. ഇങ്ങനെ ചെയ്ത് 7 ദിവസം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വഇദാ തമ്മത്ത് സബഅതു അയ്യാമിൻ ഖുളിയത ഹാജതുഹു ബിഫളില്ലാഹി വകറമി, ഇങ്ങനെ 7 ദിവസം അവൻ ഈ അമൽ കൃത്യമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏതു നടക്കാത്ത കാര്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മുജറബായ അമലാണ്. ഇത് ചെയ്തിട്ട് നിരവധി ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ആളുകൾ പരീക്ഷിച്ച് ഫലം അനുഭവിച്ചറിഞ്ഞതാണ് എന്ന് മഹാന്മാർ നമ്മെ പറയുന്നു. ഈ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഫി അസ്നാഇൽ ഖിറാഅത്തി ബികലാമി ദുനിയ, ദുനിയവിയായ അജ്നബിയായ കലാം കൊണ്ട് സംസാരങ്ങൾ ഉണ്ടാകരുത്, അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രമാണ് ഓതിയിരിക്കേണ്ടത് എന്നൊക്കെ അവിടെ ഇത് വിശദീകരിച്ച ഭാഗങ്ങളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് 21 തവണ ഓതുക, ഔ 41 മറ ഫി സലാസത്തി അയ്യാമിൻ ഔ ഖംസത്തി അയ്യാമിൻ ഔ സബഅത്തി അയ്യാമിൻ മുതവാലിയാത്തിൻ. ഇത് 21 തവണ ചൊല്ലുക ഈ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ
41 തവണ ചൊല്ലുക. അത് 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ സബഅത്തി അയ്യാമിൻ മുത്തവാലിയാത്തിൻ അല്ലെങ്കിൽ 7 ദിവസം കൊണ്ടോ ചൊല്ലുക. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫലം ലഭിച്ചു എന്ന് പറയുന്നതും മുജറബായ അമലായി പരിചയപ്പെടുത്തുന്നതും 7 ദിവസം കൊണ്ട് ഓരോ ദിവസവും 3 തവണ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് അത് കണ്ടിന്യൂസ്ലി മുത്തവാലിയാത്തിൻ കണ്ടിന്യൂസ്ലി ഓതണം എന്നുള്ളതാണ്. അങ്ങനെ ഓതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ 29 ആയത്തുകളും ഓതുന്നതിന്റെ ഇടക്ക് അജ്നബിയായ കലാമുകൾ ഉണ്ടാകരുത്, അന്യ സംസാരങ്ങൾ ഉണ്ടാവരുത്, കലാമു ദുനിയ ഉണ്ടാകരുത്. അപ്പൊ നമ്മൾ അതിന്റെ ഇടക്ക് സംസാരിക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഇനി അർജന്റ് കേസിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഖുർആൻ ഓത്ത് നിർത്തിയിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് അത് ഒരായത്ത് പൂർണ്ണമായിട്ട് നിർത്തുക, എന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞ് വീണ്ടും ബിസ്മി ഓതിയിട്ട് വീണ്ടും തുടങ്ങുക. അത് ഖുർആൻ ഓതുന്നതിന്റെ ഇടയ്ക്ക് സംസാരമുണ്ടായാൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ച് പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടു. ഇനി നോക്കൂ, ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ 7 ദിവസം ചൊല്ലുമ്പോൾ നമുക്ക് ഒരു ദിവസം അത് 3 തവണയാണ് ചൊല്ലേണ്ടത്. ഈ 3 തവണ ചൊല്ലുന്നത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നതാക്കിയാൽ നല്ല ഫലം ലഭിക്കുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം അത് ചൊല്ലുക. ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മോന്റെ ആവശ്യത്തിന്, നമ്മുടെ കുടുംബത്തിലുള്ള മക്കളുടെ ആവശ്യത്തിന്, അതേപോലെ തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ആവശ്യത്തിന്, ഏതെങ്കിലും ജയിൽ അകപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട്, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട്, അതിൽ നിന്ന് ഫത്വ ലഭിക്കാൻ എല്ലാം ചെയ്യാവുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇത് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ എത്രയോ മുമ്പ് പലരും നമ്മളോട് ഫോൺ കോൾ ചെയ്ത് പല വിഷയങ്ങളും പറയുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തിട്ട് നല്ല ഫലം ലഭിച്ചു എന്ന് വ്യക്തിപരമായിട്ട് എനിക്കും ബോധ്യമുള്ള അമലാണ്. ഇനി 1 രൂപ ഇതാണ്. അതായത് 7 ദിവസം കൊണ്ട് ഓരോ ദിവസവും 3 തവണ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് 489 തവണ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഇത് പൂർത്തീകരിക്കുന്ന രൂപം. രണ്ടാമത്തേത് ഇനി ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപമുണ്ട്. അത് പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം 29 ആയത്തുകളല്ലേ ഉള്ളത്. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം 21 തവണ അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് 489 തവണ ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ദുആ ചെയ്താൽ മതി. സഹോദരിമാരാണെങ്കിൽ വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷം 21 തവണ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. 489 തവണ ഈ 21 തവണയും ചൊല്ലിയതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അവരുടെ അവരുടെ ഏത് നടക്കാത്ത ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. ഇനിയിപ്പോ നമ്മൾ 7 ദിവസം കൊണ്ട് പറഞ്ഞു, അതേപോലെ ഒറ്റ ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് 3 തവണകളിലായിട്ട് ഓരോ ദിവസവും ചൊല്ലിയാലേ അത് 7 ദിവസം കൊണ്ട് 21 പൂർത്തിയാകും. ഇനി ഒരു ദിവസം കൊണ്ട് 21 തവണ വെള്ളിയാഴ്ച ചൊല്ലേണ്ട രൂപം പറഞ്ഞു. ഇനി അടുത്തൊന്ന് 3 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം. എങ്ങനെ 3 ദിവസം കൊണ്ട്? ഒരു ദിവസം 7 എണ്ണം ചൊല്ല. അപ്പോ 3 7 21 അല്ലേ? അപ്പൊ 21 പോലും 3 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ. അപ്പോ അവിടെ എങ്ങനെ യാ ഫത്താഹു എങ്ങനെ ചൊല്ലേണ്ടത്? അപ്പോ ഒരു ദിവസം 7 എണ്ണാണ് ചൊല്ലുന്നത്. 7 എണ്ണം ചൊല്ലിക്കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ മതി. ഓരോ സൂറത്തും കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് 489 തവണ ചൊല്ലാൻ പറ്റിയാൽ വളരെ ഫലമുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെ ചൊല്ലണം നിർബന്ധമില്ല, ചൊല്ലേണ്ടത് ഇങ്ങനെ ചൊല്ലിയാലും മതി. അപ്പൊ നമ്മുടെ നടക്കാതെ പോയ ഏതെങ്കിലും ആഗ്രഹം നടന്നു കിട്ടാൻ, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടാൻ, റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ തുറന്നു വെക്കാൻ ഒരു കാരണമായിട്ട് ഇത് കരുതിയാൽ, ഇത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് ദുനിയാവിലും ദുനിയാവിലുള്ളതിനേക്കാളുമൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ പ്രീതിപ്പെടുത്തിയത്, ഇഷ്ടപ്പെടുത്തിയത് ഈ സൂറത്താണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന വലിയ ഫലം ലഭിക്കുന്ന അമലാണ് പറഞ്ഞത്. അള്ളാഹു നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ചെയ്യുമ്പോൾ ആത്മാർത്ഥത വേണം, ചെയ്ത് കഴിഞ്ഞാൽ ആത്മാർത്ഥത വേണം, ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥത വേണം എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾ ഇതങ്ങ് ചെയ്യും, അതൊന്നും ചെയ്തിട്ട് റിസൾട്ട് ഇല്ലല്ലോ എന്നല്ല. അത് നമുക്ക് അല്ലാഹു കണക്കാക്കിയ ഒരു സമയം ഉണ്ടാവും, ആ സമയത്ത് അത് ലഭിക്കുന്നുള്ളതാണ്.
അപ്പൊ ചോദിക്കുന്നു, പിന്നെ കണക്കാക്കിയ സമയമുണ്ടല്ലോ, നമ്മൾ എന്തിനാ ചൊല്ലുന്ന, അള്ളാഹ് തന്നോളൂല്ലേ? അങ്ങനല്ല, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കണം, ചോദിച്ചാലാണ് ഞാൻ തരാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബദറിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തലേ ദിവസം ഒരു ദുആ ഉണ്ട്. എന്താ, അള്ളാഹു ഹബീബായ തങ്ങളെ പരിഗണിക്കില്ലേ? പിന്നെ എന്തിനാ ഹബീബായ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? പരിശുദ്ധമായ റമളാൻ ഷരീഫിലല്ലേ ബദർ ദിനം വരുന്നത്, നമുക്കറിയാലോ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം 300 ചില്ലറ ആളുകളാണ്. ശത്രുക്കളുടെ ഭാഗത്ത് ശക്തരും മല്ലരുമായ ആയിരങ്ങളാണ് അവിടെയുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലിരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ, അല്ലാഹു വിജയം നൽകുന്ന ഉറപ്പല്ലേ? ഹബീബായ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടല്ലോ, പിന്നെ എന്തിനു ദുആ ചെയ്യുന്നു? ദുആ ചെയ്യണം പ്രിയമുള്ളവരെ. അല്ലാഹുവിനോട് ചോദിക്കണം. ഈ ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അഷ്റഫുൽ ഖൽഖ് എന്ന സ്ഥാനത്തിലേക്ക് എത്തിയ ഹബീബായ തങ്ങളോട് ആ യുദ്ധത്തിലെ അല്ലാഹു അനീതി കാണിക്കുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നിട്ടും ഹബീബായ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഫലാ തുഅബദു ഫിൽ അർളി അബദ, പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നിറയാർന്ന കണ്ണുകൾ, വിറയാർന്ന കരങ്ങൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി ദുആ ചെയ്തപ്പോ അല്ലാഹു അങ്ങ് ആ ദുആ സ്വീകരിച്ചു. അപ്പൊ ദുആ നന്നായിട്ട് വേണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര കാലം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അപ്പൊ നമ്മൾ ഇത്തരം അമലുകൾ യഥാർത്ഥത്തിൽ ഒരു ദുആയാണ്. യാ ഫത്താഹു യാ അല്ലാഹ് 489 തവണ നാം ചൊല്ലുമ്പോൾ അല്ലാഹുവിനോട് നമ്മുടെ വിഷയത്തിൽ നിന്ന് ഫത്ഹ് നൽകണം, നമുക്ക് വിജയം നൽകണം, കേസിൽ നിന്ന് മോചനം ലഭിക്കണം, കടം വീട്ടാനുള്ള വഴി തുറന്നു കിട്ടണം എന്നുള്ള ദുആയാണ് യാ ഫത്താഹ് എന്നുള്ളത്. അല്ലാഹുവിനെ വിളിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തരാൻ കാരണമാകും. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തണം, റമളാനിന് കൺസൾട്ടേഷൻ ഇല്ല. റമളാൻ കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക. അന്നത്തെ ദിവസം വരാൻ വേണ്ടി തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്കാണ് വിളിക്കേണ്ടത്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ടവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നോമ്പ് തുറയുടെ വിഷയത്തിലേക്ക് കഴിയുന്നവർ അതിലേക്ക് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.